ഭാരതം എന്നത് ഒരു രാജ്യമാണെന്ന് അംഗീകരിക്കുവാൻ കോൺഗ്രസ് അടക്കമുള്ള ഒട്ടുമിക്ക പ്രതിപക്ഷ കക്ഷികൾക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ദേശീയതയും അത് നൽകുന്ന അഭിമാനവും പലപ്പോഴും പണയം വയ്ക്കുന്നവരായി മാറി ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷി നേതാക്കളും. ഭാരതത്തിലെ ജനങ്ങളെ നിറത്തിന്റെയും ആകൃതിയുടെയും പേരിൽ നാലാക്കി തിരിച്ച കോൺഗ്രസ് ഓവർസീസ് ചെയർമാനും രാഹുലിന്റെ ഉപദേഷ്ടാവുമായ സാം പിത്രോദ പറഞ്ഞത് വിവാദമാകുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് തനതായ ദേശീയതയും ദേശീയ ഐക്യവും ഉണ്ടെന്ന കാര്യം ഇക്കൂട്ടർ മറന്നുപോകുന്നു എന്നതാണ് ഏറെ ശോചനീയമായ കാര്യം. രാജ്യത്തിന്റെ തെക്കു ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറ് അറബികളെ പോലെയും വടക്ക് വെള്ളക്കാരെ പോലെയും ആണെന്ന വിവാദ പ്രസ്താവന കടുത്ത വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്. സാമിന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിശക്തമായി വാറങ്കൽ യോഗത്തിൽ നരേന്ദ്രമോദി പ്രതികരിച്ചു. രാജ്യത്തിലെ ജനങ്ങളെ നിറത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന പൊതുശബ്ദം സാം പിത്രോദയുടെ രാജിക്ക് കാരണമായി. ഇപ്പോഴുള്ള ഭാരതീയർ കടന്നുകയറ്റക്കാരാണെന്നാണ് കോൺഗ്രസ് കരുതുന്നതെന്ന അണ്ണാമലയുടെ പ്രസ്താവന തികച്ചും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ഈ മണ്ണിൽ അധിനിവേശിച്ചതാണെന്നും പാരമ്പര്യമായി ഇവിടത്തുകാരുടേതല്ല ഈ മണ്ണെന്നും വരുത്തുവാനുള്ള ഇന്ത്യ വിരുദ്ധ ജിഹാദി സംഘടനകളുടെ തിരക്കഥയ്ക്ക് നിറവും ഗുണവും നൽകുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് ശിക്ഷിക്കേണ്ട കാലഘട്ടമാണ് ഇനി വരേണ്ടത്. ലോകമാസകലം പ്രസംഗിച്ച് തന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെയും ഭരണകക്ഷിയെയും വിമർശിച്ച് നാണം കെടേണ്ടി വന്ന രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് ലണ്ടനിൽ സംസാരിച്ച രാഹുൽ അന്ന് പറഞ്ഞത് ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, നോട്ട് എക്സാക്ട്ലി എ നാഷൻ എന്നായിരുന്നു. ഇനി ഒരു രാജ്യമല്ല, ഇന്ത്യക്കാർ ഇവിടുത്തുകാരല്ല, നിലവിലെ സംസ്കാരം അധിനിവേശക്കാരുടേതാണ് എന്നൊക്കെ പറയുന്നത് വിനാശകാലത്തേക്കുള്ള പ്രയാണ സമയത്തായിരിക്കാം. 1970കളിൽ ഇന്ത്യ ഇന്ദിരയാണ്, ഇന്ദിര ഇന്ത്യയാണ് എന്ന് പാടി പ്രചരിപ്പിച്ച കോൺഗ്രസ് രാഷ്ട്രീയം അവിടെ നിന്നും വഴിതെറ്റി ആരുടെയോ കൈകളിലെ കളിപ്പാവയാകുമ്പോൾ അതിനകത്ത് ചുവടുവെക്കുവാൻ സാം പിത്രോദയെ പോലെയുള്ള ഇന്റർനാഷണൽ അങ്കിളുമാരുണ്ടാവും എന്നതിന് സംശയമില്ല. കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി സാമിന്റെ വാക്കുകളെ പിന്താങ്ങിയത് തികച്ചും ഈ നിലപാട് കോൺഗ്രസിൻ്റെതാണെന്ന് തീർച്ചയാക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഇക്കൂട്ടർ സംസാരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ജയ് ഹിന്ദ്.